ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ചെയിൻ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ചെയിൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ചെയിനാണ് ആവശ്യം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെയിന് നമുക്ക് ആർക്കാണോ ഉണ്ടാക്കുന്നത് അവരുടെ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ആ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെഡ് പിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം മറ്റു ബീഡ്സ് എല്ലാം അതുപോലെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ചെയ്തേക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കാത്തത്. അത് കാണാത്തവരുടെ കാണുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെഡ് പിൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മടക്കി എടുത്തേക്കുന്ന ബീഡ്സുകളാണ് ഇതെല്ലാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ചെയിൻ എടുത്തിട്ട് ചെയിൻ്റെ ഒരു 6-7 കണ്ണ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ചെറിയ ബീഡ്സുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ സെൻട്രൽ ഭാഗത്ത് നിന്നും 7 കണ്ണും നമ്മൾ എണ്ണയും മാറി ഇട്ട് കൊടുക്കുക. തെറ്റിപ്പോകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സിസർ വെച്ചിട്ട് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ എണ്ണയിട്ട് അപ്പോൾ സെയിം കറക്റ്റ് ഒരേ അകലം വരും. അതിനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 6-7 അതിൻ്റെ കണ്ണ് വിട്ടിട്ടാണ് ഞാൻ അടുത്ത ബീഡ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എണ്ണയിട്ട് നമുക്ക് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെയിനാണിത്. അപ്പോൾ ഇത് വീഡിയോയ്ക്കകത്ത് അത്രയും ഭംഗി എനിക്ക് തോന്നിയില്ല. എന്നാലും അത് നേരിട്ടും എൻ്റെ കുഞ്ഞ് അതിട്ടപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്യാവുന്ന അടിപൊളി ഒരു മാലയാണിത്. ഇത് അധികം സമയമൊന്നും വേണ്ട ഇത് മേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്യാവുന്നൊരു മാലയാണിത്. നിങ്ങൾക്ക് അധികം പണിയൊന്നും വരുന്നില്ല. ചെറിയൊരു ഒരു ഹെഡ് പിൻ ആ ഒരു ബീഡ്സിലൊന്ന് മടക്കി കൊടുക്കുന്നതാണ് വലിയ പണിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് ഒരു മാല വേണമെന്നൊക്കെ പറഞ്ഞ് കരയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുപോലത്തെ ഒരു ബീഡ്സൊക്കെ വെച്ചിട്ട് ഇത് ഈ ഒരു ബീഡ്സിന് പകരം നിങ്ങൾക്കൊരു റൗണ്ട് വൈറ്റിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല അടിപൊളി മാലകളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ഇടുന്ന ഒരുപാട് മെറ്റീരിയലിൻ്റെ ഒക്കെ ഓഫറുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോകളൊക്കെ ഉപകാരപ്പെടും എന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തും. അതിനായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഹെയർ ബോ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ചെയിൻ മാല ഉണ്ടാക്കുന്നതും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുക, അങ്ങനെ ജ്വല്ലറി മേക്കിങ്, ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോസുകളാണ്. പിന്നെ അതിൻ്റെ മെറ്റീരിയലിൻ്റെയൊക്കെ സെയിലിംഗ് കിറ്റുകൾ 199 രൂപ മുതലുള്ള കിറ്റുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും ഇനിയും പോകുന്നതും. അതേപോലത്തെ ചെറിയ വിലയുടെ ഐറ്റംസും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം 270 ഒരു കിറ്റ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഒരാളത് വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞ് നല്ല അടിപൊളി മെറ്റീരിയലുകളാണ്, എല്ലാം നല്ല മെറ്റീരിയലുകളാണ്. പിന്നെ 270 രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജും കൂടി ചേർത്തിട്ട് ഇത്രയും ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. ഇത്ര ഐറ്റംസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവരുടെ കൈ കിട്ടിയപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. അതുപോലത്തെ സന്തോഷമാണ് നമ്മുടെ മെസ്സേജിലൂടെ അവർ അറിയിച്ചത്, വാട്സപ്പിലൂടെ. അപ്പോൾ ആ ഒരു സന്തോഷം കേട്ടോ, അവരുടെ ഒരു സന്തോഷം എനിക്കത് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇതുപോലെ ഒത്തിരി പേരൊക്കെ ഇതുപോലെ നല്ല നല്ല ബീഡ്സ്, പക്ഷെ അവരുടെ കാശില്ല. എന്ന് വെച്ചാൽ വലിയ വലിയ എമൗണ്ട് ഇതൊന്നും വാങ്ങിക്കാൻ അവരുടെ കാശില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കത് വാങ്ങിക്കണം, എന്നാൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ മാറി നിൽക്കുമ്പോൾ. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കിറ്റുകളൊക്കെ ഓരോരുത്തർക്കും ഒരു വലിയ ഉപകാരമാണ്. കാരണം വലിയ വില കൊടുക്കണ്ട, ചെറിയ വിലയിൽ ആ ഒരു 270 കിറ്റ് 20 ബീഡ്സുകളും പിന്നെ ഇലാസ്റ്റിക് വയറുമാണ്. അപ്പോൾ അത്രയും അവരുടെ കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് ആ ഒരു
ബീഡ്സ് കൊണ്ട് നമുക്ക് ബ്രേസ്ലെറ്റും മാലയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. വയർ ബോ എക്സ്ട്രാ അവർ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവർ വയർ ബോയും കൂടെ വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് പിന്നെ ഹെയർ ബോ ഉണ്ടാക്കാനും പറ്റി, ചെയിൻ ഉണ്ടാക്കാൻ പറ്റി, അതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റി. നല്ലൊരു കിറ്റാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലത്തെ നല്ല നല്ല കിറ്റുകളൊക്കെ ഇടണമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു കിറ്റ്, ആ കിറ്റിലെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട്. കാരണം നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു കിറ്റായിരുന്നു അത്. അപ്പോൾ ആ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പകരം ഞാൻ വേറെ ബീഡ്സ് വെച്ച് കൊടുക്കും. അങ്ങനെ 2-3 പേർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതുപോലെ നല്ല ഇഷ്ടപ്പെടുക വെച്ചാൽ 20 ബീഡ്സൊക്കെ നമുക്ക് 270 രൂപയ്ക്കകത്ത് ഷിപ്പിംഗ് ചാർജും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ഒന്നും എന്ന് വെച്ചാൽ നമുക്ക് വലിയ ലാഭം ഇല്ലാതാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കത് നല്ലൊരു പ്രയോജനമാണ്. നിങ്ങൾക്കത് സെയിൽ ചെയ്യാനും നിങ്ങൾക്കും ഒരു ചെറിയ ലാഭം അതിൽ നിന്നുണ്ടാകും. സെയിൽ ചെയ്ത് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു ഹെയർ ബാൻഡാണ് അല്ലെങ്കിൽ ഒരു മാലയാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ലാഭം കിട്ടും. അപ്പോൾ അതാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. എനിക്ക് തന്നെയല്ല, നിങ്ങൾക്കും ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൽ നിന്നൊരു ലാഭം കിട്ടണം. അതിനായിട്ടാണ് നമ്മളങ്ങനത്തെ കിറ്റുകളൊക്കെ ഇടുന്നത്. എന്തായാലും എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ പ്രയോജനം വരുന്ന രീതിയിലുള്ള കിറ്റുകളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് കിറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ ചാനലിൽ തന്നെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കിറ്റുകളൊക്കെയും ഉണ്ട്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. വാട്സപ്പിൽ കാറ്റലോഗിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസത്തെ സ്റ്റോക്ക് ക്ലിയറൻസിൽ എല്ലാം കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പരാതി. ഞങ്ങൾക്കാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ കാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാനായിരുന്നു താല്പര്യമെന്ന് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അപ്പം ഞാനന്നേരം കരുതി കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പുതിയ ഐറ്റംസ് വരുന്നത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലാഭമായിട്ട് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ നല്ല നല്ല ഹെയർ ബോ ആണെങ്കിലും മാലയൊക്കെ ആണെങ്കിലും ബ്രേസ്ലെറ്റൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി നല്ലൊരു വരുമാനത്തിലെത്തുക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ അതുപോലെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് വരുമാനം കിട്ടുന്നതിലപ്പുറമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ വെച്ചാൽ ഒരു ഹെയർ ബാൻഡോ അല്ലെങ്കിൽ മാലയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് പുറത്തു നിന്ന് ഒരു ഹെയർ ബാൻഡ് കിട്ടാൻ കൂടിപ്പോൾ ഒരു 50 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 100 രൂപ അത്രയല്ലേ കിട്ടും. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷം ആ ഒരു വിലയേക്കാളൊക്കെ ഒരുപാട് അതിനപ്പുറം ആണ് നമുക്ക് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ. അതുപോലെ ഒരു ചെയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ നമ്മുടെ മക്കൾക്കാണെങ്കിലും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.